ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഇന്ന് രാവിലെയും വൈകിട്ടും ബൈബിൾ വായിക്കുമ്പം ഓരോ കാര്യങ്ങൾ മനസ്സിൽ വിഷമം വരുന്നതനുസരിച്ചിട്ട് അല്ലെങ്കിൽ സന്തോഷം വരുന്നതനുസരിച്ചിട്ട് എന്താണോ നമുക്ക് വചനം ദൈവം തരാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനുള്ളൊരു മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു പേജ് ഇങ്ങനെ തുറക്കും. കൂടുതൽ ഞാൻ സങ്കീർത്തനങ്ങളിലാണ് ചെന്നെത്തിപ്പെടാറ്. അതാണ് എനിക്ക് ഏറ്റവും മനോഹരമായതും ആശ്വാസമേകുന്ന കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വചനങ്ങൾ എന്ന് എനിക്ക് എന്നും കിട്ടാറുള്ളത്. അപ്പം ഞാൻ ഓരോ കാര്യങ്ങളിൽ ഇപ്പം നന്ദി പറഞ്ഞുകൊണ്ടാണെങ്കിലും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിച്ച കാര്യങ്ങൾ സാധിച്ച് കിട്ടുമ്പോഴാണെങ്കിലും നമ്മൾ പെട്ടെന്ന് നന്ദി പറയാനായിട്ട് ഓടിച്ചെല്ലുന്ന ബൈബിൾ തുറക്കുമ്പോൾ സങ്കീർത്തനങ്ങളിൽ ഓരോ കാര്യങ്ങൾ നമുക്ക് വരും പെട്ടെന്ന്. അപ്പോൾ അതിലെ ഓരോ വചനങ്ങൾ ചൊല്ലുകയാണ് രാവിലെയും വൈകിട്ടും. ഞാനിപ്പോൾ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുന്നത്, നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ അങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടൊന്ന് തുറന്ന് നോക്കണം. അപ്പോൾ നമുക്ക് കർത്താവ് നമ്മളോട് ഉപദേശിക്കുന്നതാണോ, നമ്മളെ സഹായിക്കുന്നതാണോ, നമ്മളെ സമാധാനിപ്പിക്കുന്നതാണോ, എന്താണോ അത് കറക്റ്റ് അതിനകത്തുള്ള ഉത്തരം അതിലുണ്ടാകും. ദാവീദിൻ്റെ സങ്കീർത്തനങ്ങൾ തുറന്നു വെച്ച് വായിക്കുമ്പോൾ എനിക്ക് കിട്ടിയ അനുഭവമാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. ഏറെ സങ്കടത്തോടെ പറയുമ്പോൾ, കർത്താവേ നീ എനിക്കൊരു അടയാളം കാണിച്ചു തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് തുറക്കുമ്പോൾ വരുന്ന കാര്യങ്ങൾ ഇതായിരിക്കും. നമുക്ക് ആശ്വാസം ഉണ്ടാക്കുന്ന വചനങ്ങളായിരിക്കാം ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളിലൂടെ നമ്മളെ കർത്താവ് അറിയിക്കുന്നത്. അപ്പം ഞാനത് ആ ചെറിയൊരു അറിവ് എല്ലാവരിലേക്കും വലിയ രീതിയിൽ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് എത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് എനിക്ക് വന്ന കാര്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. ദൈവത്തിന് വേണ്ടി സങ്കീർത്തനങ്ങൾ 63-ാം അധ്യായത്തിലെ ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നു എന്ന ഭാഗം ചൊല്ലുകയാണ്. ദാവീദിൻ്റെ സങ്കീർത്തനം യൂദാ മരുഭൂമിയിൽ വെച്ച് ദാവീദ് പാടിയതാണ്. ദൈവമേ, അവിടുന്നാണ് എൻ്റെ ദൈവം, ഞാൻ അങ്ങയെ തേടുന്നു. എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു. ഉണങ്ങി വരണ്ട ഭൂമി എന്ന പോലെ എൻ്റെ ശരീരം അങ്ങയെ കാണാതെ തളരുന്നു. അങ്ങയുടെ ശക്തിയും മഹത്വവും ദർശിക്കാൻ ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ വന്നു. അങ്ങയുടെ കാരുണ്യം ജീവനേക്കാൾ കാമ്യമാണ്. എൻ്റെ അധരങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയെ പാടി പുകഴ്ത്തുന്നു. ഞാൻ കൈകൾ ഉയർത്തി അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും. കിടക്കയിൽ ഞാൻ അങ്ങയെ ഓർക്കുകയും രാത്രിയാമങ്ങളിൽ അങ്ങയെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ സംതൃപ്തി അടയുന്നു. എൻ്റെ അധരങ്ങൾ അങ്ങേക്ക് ആനന്ദഗാനം ആലപിക്കുന്നു. അവിടുന്ന് എൻ്റെ സഹായമാണ്. അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ ആനന്ദിക്കുന്നു. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു. അങ്ങയുടെ വലത് കൈ എന്നെ താങ്ങി നിർത്തുന്നു. എൻ്റെ ജീവൻ നശിപ്പിക്കാൻ നോക്കുന്നവർ ഭൂമിയുടെ അഗാധ ഗർത്തങ്ങളിൽ പതിക്കുന്നു. അവർ വാളിന് ഇരയാകും, അവർ കുറുനരികൾക്ക് ഭക്ഷണമാകും. എന്നാൽ രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും. അവിടുത്തെ നാമത്തിൽ സത്യം ചെയ്യുന്നവർ അഭിമാനം കൊള്ളുന്നു. നുണയരുടെ വായ അടഞ്ഞു പോകുന്നു. കുടില ബുദ്ധിയെ തകർക്കണമേ. 64-ാം സങ്കീർത്തനം. ദൈവമേ, എൻ്റെ ആവലാതി കേൾക്കണമേ. ശത്രുഭയത്തിൽ നിന്ന് എൻ്റെ ജീവനെ രക്ഷിക്കണമേ. ദുഷ്ടരുടെ ഗൂഢാലോചനകളിൽ നിന്നും ദുഷ്കർമ്മികളുടെ കുടിലതന്ത്രങ്ങളിൽ നിന്നും എന്നെ മറയ്ക്കണമേ. അവർ തങ്ങളുടെ നാവുകൾ വാളുപോലെ മൂർച്ചയുള്ളതാക്കുന്നു. അവർ പരുഷവാക്കുകൾ അസ്ത്രം പോലെ തൊടുക്കുന്നു. അവർ നിർദോഷരെ ഒളിഞ്ഞിരുന്ന് എയ്യുന്നു. പെട്ടെന്ന് കൂസലന്യെ എയ്യുന്നു. അവർ തങ്ങളുടെ ദുഷ്ടലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. എവിടെ കെണിവയ്ക്കണമെന്ന് അവർ ആലോചിക്കുന്നു. അവർ വിചാരിക്കുന്നു, ആര് നമ്മെ കാണും? നമ്മുടെ കുറ്റകൃത്യങ്ങൾ ആര് കണ്ടുപിടിക്കും? കൗശലപൂർവമാണ് നാം കെണിയൊരുക്കിയത്. മനുഷ്യൻ്റെ അന്തരംഗവും ഹൃദയവും എത്ര അഗാധം! എന്നാൽ ദൈവം അവരുടെ മേൽ അസ്ത്രമയക്കുന്നു. നനച്ചിരിക്കാതെ അവർ മുറിവേൽക്കുന്നു. അവരുടെ നാവു നിമിത്തം അവിടുന്ന് അവർക്ക് വിനാശം വരുത്തുന്നു. കാണുന്നവരെല്ലാം അവരെ പരിഹസിച്ച് തലകുലുക്കുന്നു. അപ്പോൾ സകലരും ഭയപ്പെടും. അവർ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ പ്രഘോഷിക്കും. അവിടുത്തെ ചെയ്തികളെക്കുറിച്ച് ധ്യാനിക്കും. നീതിമാന്മാർ കർത്താവിൽ സന്തോഷിക്കട്ടെ. അവർ കർത്താവിൽ അഭയം തേടട്ടെ. പരമാർത്ഥ ഹൃദയർ അഭിമാനം കൊള്ളട്ടെ. സമൃദ്ധി ചൊരിയുന്ന ദൈവം. ദൈവമേ, സിയോനിൽ വസിക്കുന്ന അങ്ങ് സ്തുത്യർഹനാണ്. അങ്ങേക്കുള്ള നേർച്ചകൾ ഞങ്ങൾ നിറവേറ്റും. പ്രാർത്ഥന ശ്രവിക്കുന്നവനെ മർത്യരെല്ലാം പാപഭാരവുമായി അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. അകൃത്യങ്ങൾക്ക് അടിമപ്പെടുമ്പോൾ അങ്ങ് ഞങ്ങളെ മോചിപ്പിക്കുന്നു. അങ്ങയുടെ അങ്കണത്തിൽ വസിക്കാൻ അങ്ങ് തന്നെ തിരഞ്ഞെടുത്തു കൊണ്ടുവരുന്നവൻ ഭാഗ്യവാൻ. എത്ര മഹത്വമല്ലേ! അങ്ങയുടെ അങ്കണത്തിൽ വസിക്കാൻ അങ്ങ് തന്നെ തിരഞ്ഞെടുത്തു കൊണ്ടുവരുന്നവൻ ഭാഗ്യവാൻ.
അങ്ങനെ നമ്മളെ കർത്താവ് തന്നെ തിരഞ്ഞെടുത്ത് അങ്ങയുടെ സന്നിധിയിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അവരെത്ര ഭാഗ്യവാന്മാർ. ഞങ്ങൾ അങ്ങയുടെ ആലയത്തിലെ വിശുദ്ധ മന്ദിരത്തിലെ നന്മ കൊണ്ട് സംതൃപ്തരാകുന്നു. ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ, ഭീതികരമായ പ്രവർത്തികളാൽ അങ്ങ് ഞങ്ങൾക്ക് മോചനമരുളുന്നു. ഭൂമി മുഴുവൻ്റെയും വിദൂര സമുദ്രങ്ങളുടെയും പ്രത്യാശ അവിടുന്നാണ്. അവിടുന്ന് ശക്തി കൊണ്ട് അരമുറുക്കി പർവ്വതങ്ങളെ ഉറപ്പിക്കുന്നു. അവിടുന്ന് സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ അലർച്ചയും ജനതകളുടെ കലഹവും ശമിപ്പിക്കുന്നു. ഭൂമിയുടെ വിദൂരമായ അതിരുകളിൽ വസിക്കുന്നവരും അങ്ങയുടെ അത്ഭുത പ്രവർത്തികൾ കണ്ട് ഭയപ്പെടുന്നു. ഉദയത്തിൻ്റെയും അസ്തമയത്തിൻ്റെയും ദിക്കുകൾ ആനന്ദം കൊണ്ട് ആർപ്പു വിളിക്കുവാൻ അങ്ങ് ഇടയാക്കുന്നു. അവിടുന്ന് ഭൂമിയെ സന്ദർശിച്ച് അതിനെ നനയ്ക്കുന്നു. അങ്ങ് അതിനെ അത്യധികം ഫലപുഷ്ടമാക്കുന്നു. ദൈവത്തിൻ്റെ നദി നിറഞ്ഞൊഴുകുന്നു. അവിടുന്ന് ഭൂമിയെ ഉരുക്കി അവർക്ക് ധ്യാനം നൽകുന്നു. അവിടുന്ന് അതിൻ്റെ ഉഴവ് ചാലുകളെ സമൃദ്ധമായി നനയ്ക്കുന്നു. കട്ടയുടച്ച് നിരത്തുകയും മഴ വർഷിച്ച് അതിനെ കുതിർക്കുകയും ചെയ്യുന്നു. അവിടുന്ന് അതിൻ്റെ മുളകളെ അനുഗ്രഹിക്കുന്നു. സംവത്സരത്തെ അവിടുന്ന് സമൃദ്ധി കൊണ്ട് മകുടം ചാർത്തുന്നു. അങ്ങയുടെ രഥത്തിൻ്റെ ചാലുകൾ പുഷ്ടി പൊഴിയിക്കുന്നു. മരുപ്രദേശത്തെ പുൽപ്പുറങ്ങൾ സമൃദ്ധി ചൊരിയുന്നു. കുന്നുകൾ സന്തോഷമണിയുന്നു. മേച്ചിൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങളെ കൊണ്ട് ആവൃതമാകുന്നു. താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു. സന്തോഷം കൊണ്ടവ ആർത്തു പാടുന്നു. കർത്താവിനെ സ്തുതിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, സ്തുതി, മഹത്വം, ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ.